അപ്പൊ അതെന്ത് ഫീൽഡ് വെച്ചാൽ നമ്മൾ ആ ടെസ്റ്റർ വെച്ചിട്ട് നമ്മൾ ആ ലൈൻ കട്ടാവുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ നാട്ടിൽ സാഹചര്യം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എന്തായാലും ഒരു മാക്സിമം പോയാൽ 18 ഇഞ്ച് വരെ അതിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടാവും എന്ന് പറയും. സ്പീക്കർ വയർ അത് ഏതും ആവട്ടെ, സബ്വൂഫർ വയർ ആയാലും ഹോം തിയേറ്ററിന്റെ വയർ ആയാലും ഇനി ഏത് തരം ഓഡിയോ സിസ്റ്റത്തിന്റെ വയറിംഗ് ആയാലും അത് നമ്മളുടെ ഇലക്ട്രിക്കൽ ലൈനിന്റെ ഉള്ളിൽ കൂടി ആ വയറിന്റെ കൂടെ വലിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന്റെ അടുത്ത് കൂടെ തന്നെ പൈപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, ഇനി അതിനെങ്ങനെ ക്രോസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, ഇനി അങ്ങനെ കൊണ്ടുപോയാല് എന്തെങ്കിലും ഹമ്മിങ്ങോ നോയ്സോ ഡിസ്റ്റോർഷനോ ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ നമ്മൾ ഹോളില് അല്ലെ നമ്മളെ റൂമിലൊക്കെ നമ്മൾ ഹോം തിയേറ്ററിന്റെ സറൗണ്ട് വയറിംഗ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ സറൗണ്ടിലേക്ക് റൈറ്റിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവുക, ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ കൊണ്ടുപോയാൽ അതായത് നമ്മൾ സാധാരണ ഒരു ആവറേജ് ഒരാൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അവിടെ വയറ് ഒരു പോയിന്റിലേക്ക് ഒരു വയർ ഒന്നുകിൽ പൈപ്പ് ഇട്ടിട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു ആണി വെച്ചിട്ട് ഒക്കെ സാധാരണ പോലെ വയറ് വലിച്ചിട്ട് നമ്മളുടെ ഇലക്ട്രിക് ലൈനിന്റെ അടുത്ത് കൂടെ ഒക്കെ അങ്ങനെ ആണി വെച്ചോ അല്ല മറ്റെന്തെങ്കിലും ഫിറ്റിംഗ്സ് വെച്ചോ നമ്മൾ അപ്പുറത്ത് എത്തിക്കുക, എന്നിട്ട് സ്പീക്കർ അവിടെ ഫിറ്റ് ചെയ്യുക. അപ്പൊ സംഭവം വയറിംഗ് ആയി ഒക്കെ ഓക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്ന് നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേപോലെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇങ്ങനത്തെ സാധാരണ സ്പീക്കർ വയർ ഉപയോഗിക്കാമെന്ന്. സ്പീക്കർ വയർ ഇതൊക്കെ നമുക്ക് വാങ്ങിട്ടുന്നത് നമ്മുടെ നാട്ടിൽ. ഇനി അത് മാറ്റി നമുക്ക് കുറച്ചുകൂടെ ഗേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ 180 വയർ ഉപയോഗിച്ച് വയറിംഗ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മളുടെ വയറിംഗിന്റെ അകത്ത് ഉണ്ടാവുക ഇങ്ങനെയുള്ള ഈ വയറാണ്. ഈ 1 സ്ക്വയർ 1.5 അങ്ങനെയുള്ള ഗേജുകൾ കൂടി വരുന്ന ടൈപ്പ് വയറിംഗ് ആണ് ഉണ്ടാവുക. അതിനനുസരിച്ച് വ്യത്യസ്തമായ ലോഡുകളും ആ വയറിൽ ഉണ്ടാവും. അപ്പൊ ആ വയർ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അതിനെ ക്രോസ് ചെയ്തിട്ടോ അതിന്റെ അടുത്ത് കൂടിയാണ് നമ്മൾ സാധാരണ ഈ വയർ ഇട്ടിട്ട് കണക്ട് ചെയ്യുക നമ്മളെ സ്പീക്കറുകൾ. അപ്പൊ ശരിക്കും നമ്മളുടെ വയറിങ്ങിന് നമ്മുടെ സ്പീക്കർ വയറിങ്ങിന് നമുക്ക് ഏത് വയറാണ് വേണ്ടി വരിക? ഈ ടൈപ്പ് വയർ മീറ്ററിന് 10 രൂപ 6 രൂപ 12 രൂപ 20 രൂപ അതൊക്കെ ഒരു ആവറേജ് റേറ്റ്. ഓരോ സ്ഥലത്തും ഓരോ വിലയായിരിക്കും. അപ്പൊ ആ റേറ്റിന്റെ മുകളിലല്ല പറയുന്നത്, ഇതിന്റെ സ്റ്റാൻഡേർഡ്, ഇതിന്റെ ക്വാളിറ്റി, ഇതിന്റെ ഗേജിന്റെ വ്യത്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാ പറയുന്നത്. അപ്പോൾ ഈ വയർ നിങ്ങൾ നോക്കുക, ഇതിന്റെ മുകളിൽ യാതൊരു വിധ സ്റ്റാൻഡേർഡുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും റേറ്റിംഗോ വോൾട്ടേജ് റേറ്റിംഗോ ഒന്നും മാർക്ക് ചെയ്തില്ല. ഇതിന്റെ ഇൻസുലേഷന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതേസമയം ഈ വയർ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ അതിന്റെ എല്ലാവിധ ക്വാളിറ്റിയും അതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ ഇതിന്റെ മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കമ്പനി സാധനമാണ് വാങ്ങുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഗേജ്, സ്റ്റാൻഡേർഡ്, വോൾട്ടേജ് റേറ്റിംഗ്, ഇൻസുലേഷൻ പവർ അതെല്ലാം നമുക്കറിയാം. അപ്പോൾ എന്ത് തരം ഇന്റർഫിയറൻസ് ആണ് നമുക്ക് സ്പീക്കറിൽ അറിയാൻ പറ്റുക? നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോഴോ പാരലൽ ചെയ്ത് പോകുമ്പോഴോ ഒക്കെ അതിന്റെ അടുത്ത് കൂടെ പോകുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും കേൾക്കാൻ കഴിയില്ല. അതായത് ഈ ഇലക്ട്രിക് നമ്മളത് ഫേസ് ഇങ്ങനെ റൺ ചെയ്യുന്ന ആ ലൈനിൽ ഒരു ഇന്റർഫിയറൻസ്, അതായത് ഒരു ഫീൽഡ് ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ ഉണ്ടെന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ലൈൻ ടെസ്റ്ററും മറ്റേതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നൊന്ന് അന്വേഷിച്ചാൽ മതി. അപ്പൊ അത് എന്ത് ഫീൽഡ് വെച്ചാൽ നമ്മൾ ആ ടെസ്റ്റർ വെച്ചിട്ട് നമ്മൾ ആ ലൈൻ കട്ടാവുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ആ ഫീൽഡ് അതിനുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ ആ ഫീൽഡ് എത്ര ദൂരം ഉണ്ടാവും വെച്ചാൽ ഒരു 14 മുതൽ 18 ഇഞ്ച് ദൂരം വരെ ശരിക്കും അതിന്റെ ഇന്റർഫിയറൻസ് ഫീൽഡ് ഉണ്ടാവുക. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ നാട്ടിൽ സാഹചര്യം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എന്തായാലും ഒരു മാക്സിമം പോയാൽ 18 ഇഞ്ച് വരെ അതിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടാവും എന്ന് പറയും. അത് നമുക്ക് ലിസണിങ്ങിൽ അറിയാൻ പറ്റില്ല. ശരിക്കും ഒരു തിയേറ്ററാണ് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഇലക്ട്രിക്കലും ഇതിലൂടെ രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോവില്ല. അത് രണ്ട് പാത്ത് കൂടെ പോവാ. ഇപ്പൊ ഞാൻ ചെയ്യുകയാണെങ്കിലും എനിക്ക് എന്റെ ഇൻട്രസ്റ്റ്, എന്റെ അഭിപ്രായം പറയണമെങ്കിൽ ഞാൻ എന്തായാലും അതിന്റെ കൂടെ അത് കൊണ്ടുപോകാൻ സാധ്യതയില്ല. ഞാൻ അതിൽ നിന്ന് വേറിട്ടി ഒരു 2 ഫൂട്ട് വിട്ടിട്ടോ അല്ല അങ്ങനെ കൊണ്ടുപോകുള്ളൂ. അപ്പൊ അതങ്ങനെ ഇലക്ട്രിക്കലിൽ നിന്ന് വിടുത്തി കൊണ്ടുപോകുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? വിടുത്തി കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഇത് ഒരു ഇലക്ട്രിക് ലൈൻ വന്ന് ഇറങ്ങിയിട്ടാണ് ഈ പ്ലഗ് പോയിന്റ് ഉള്ളത്. അപ്പൊ നമ്മൾ ഹോം തിയേറ്റർ നമ്മൾ ഈ പ്ലഗ് പോയിന്റിൽ കണക്ട് ചെയ്ത് തരിക. അവിടുന്ന് ഫ്രണ്ട് ലെഫ്റ്റ് നമ്മളുടെ ലെഫ്റ്റ് ചാനലിലേക്ക് പോകും. അത് ഇന്റർഫിയറൻസ് ഉണ്ടാവില്ല, കാരണം ആ ലൈനിൽ ക്രോസിംഗ് ഇല്ല. സെന്റർ ചാനൽ നമ്മൾ അവിടുന്ന് ഇങ്ങനെ കയറ്റി വെക്കും, അതായത് ഇടത്തോട്ട് പോയിട്ട് മേലോട്ട് കയറ്റി വെക്കും. ഫ്രണ്ട് റൈറ്റ് നമ്മൾ വലതോട് പോയിട്ട് ഇവിടെ കയറ്റി വെക്കും. അപ്പൊ എന്താ, ഇതെല്ലാം ഓക്കെ. അടുത്ത സറൗണ്ട് ഈ വഴി കൂടെ പാസ് ചെയ്ത് പോകും. അങ്ങനെ പോയിട്ടാണ് നമ്മളുടെ ആ ഭാഗത്താണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഇലക്ട്രിക് ലൈൻ ക്രോസ് ചെയ്യണം. ഇനി അത് ക്രോസ് ചെയ്യണ്ട, അതിന്റെ അപ്പുറം വെക്കാം, അത്രേ ദൂരം കിട്ടുള്ളൂ. ഇപ്പൊ നമ്മളിവിടെ വെച്ച ഒരു ചാനൽ അടുത്ത ചാനൽ നമ്മൾ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ ഇവിടുന്ന് കയറി ആ ഇലക്ട്രിക് ലൈൻ ക്രോസ് ചെയ്ത് നമ്മളുടെ ആ ബീമിന്റെ അതിൽ കൂടെ വന്ന് ഇപ്പൊ അതില് ആ ട്യൂബിന്റെ ലൈൻ ഉണ്ട്, ആ ട്യൂബിന്റെ ലൈൻ ക്രോസ് ചെയ്ത് വന്ന് പിന്നെയും വന്ന് ഇവിടെ ഈ ലൈനുകൾ ക്രോസ് ചെയ്ത് എന്നിട്ടാണ് അവിടെ ഫിക്സ് ആവുന്നത്. അപ്പോൾ എത്ര ഇലക്ട്രിക്കൽ ഇന്റർഫിയറൻസ് അവിടെ ഉണ്ടായിട്ടുണ്ടാവുന്നുള്ളത് നമുക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ് വെച്ച് മെഷർ ചെയ്താൽ മനസ്സിലാവും.
അപ്പൊ ചിലർ ചോദിക്കും ഇത് രണ്ടും ഇലക്ട്രിക് സിഗ്നൽ തന്നെയല്ലേ, അപ്പൊ എന്ത് ഇന്റർഫിയറൻസ് വരാനാണ്? പക്ഷെ രണ്ടും ഇലക്ട്രിക് സിഗ്നൽ ആണ്, പക്ഷെ രണ്ടും രണ്ട് പവറാന്നുള്ളൂ. രണ്ട് പവറാണ്, രണ്ട് വോൾട്ടേജ് ആണ്, രണ്ട് തരം ഇൻസുലേഷൻ ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ വയറിന്റെ മുകളിൽ 1100 വോൾട്ട് റേറ്റിംഗ് ഉണ്ട് ആ വയറിന്. അപ്പൊ ആ വയർ അത്രയും ആ പവറുള്ള ഇൻസുലേഷന് അത്രയും അതിന്റെ വോൾട്ടേജ് റേറ്റിംഗ് 1100. അപ്പൊ നമ്മൾ സ്പീക്കറിന്റെ വയർ വോൾട്ടേജ് റേറ്റിംഗ് എത്ര ആയിരിക്കണം? അതിക്ക് മേലെ പോകണം, അതിന്റെ താഴെ നിൽക്കരുത്. അപ്പൊ എന്നാലേ നമ്മൾക്ക് അതിന്റെ ഇന്റർഫിയറൻസ് ബാധിക്കാതെ ഉള്ളൂ. സ്പീക്കർ വയറുകളിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് എന്ന് പറയുന്നത് OFC കേബിൾ ആണ്, അതായത് ഓക്സിജൻ ഫ്രീ കോപ്പർ ഉപയോഗിച്ചിട്ടുള്ള കേബിൾ. പക്ഷേ ഇതൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഹോം തിയേറ്ററിന്റെ വയർ മാറ്റണ്ട. അതൊന്നും നമ്മൾക്ക് വല്ലാണ്ട് അറിയാൻ പറ്റില്ല. നമ്മൾ അത്രയും നോയ്സ് ഫ്രീ അന്തരീക്ഷത്തിലല്ല നിൽക്കുന്നത്. നമ്മൾ അന്തരീക്ഷത്തിൽ സ്വതവേ ഒരുപാട് നോയ്സ് ഉണ്ട്. ആ നോയ്സിന്റെ കൂടെ ഈ നോയ്സ് അറിയില്ല. ഇപ്പൊ നമ്മളൊരു തിയേറ്റർ സെറ്റ് ചെയ്യാം, ശരിക്കും ഒരു ഒറിജിനൽ ഹോം സിനിമ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. പിൻ ഡ്രോപ്പ് സൈലൻസ് ഉള്ള സമയങ്ങൾ വരും. അപ്പൊ ആ സമയത്ത് മറ്റ് നോയ്സുകളൊക്കെ വളരെ പെട്ടെന്ന് അറിയും. ശ്വാസം വിടുന്ന കേൾക്കുന്ന സമയമൊക്കെ ഉണ്ടാവില്ലേ തിയേറ്ററിൽ, അത്രയും നൈസായ സമയത്ത് നമുക്ക് ഈ ഇന്റർഫിയറൻസ് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്റെ കയ്യിലൊരു സൊല്യൂഷൻ ഉള്ളതും ഒരുപാട് പേര് ചെയ്യുന്നതുമാണ്. എനിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ ഹോം തിയേറ്റർ അല്ലെങ്കിൽ ഓഡിയോ സെറ്റപ്പ് ഞാൻ അണ്ടർഗ്രൗണ്ട് ആണ് വയറിങ് ചെയ്യുക. അതായത് അവിടെ ഹോം തിയേറ്റർ അല്ലെങ്കിൽ ഓഡിയോ സിസ്റ്റം വെക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്നുള്ള വയർ മുകളിൽ താഴോട്ട് ഇറക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് സ്പീക്കർ കയറിയാൽ മതി. ഇപ്പൊ ഇവിടുന്ന് നമുക്ക് ഫ്രണ്ട് റൈറ്റ് ഇങ്ങനെ കയറും, അതേപോലെ തന്നെ അവിടുന്ന് സെന്റർ ഇങ്ങനെ വന്നിട്ട് നേരെ സെന്ററിലേക്ക് കയറും. ഇവിടെയാണ് TV വെച്ചാൽ ഇവിടെ കയറും. അപ്പൊ നമ്മളുടെ ഫ്രണ്ട് ചാനൽ അവിടെ കയറി, നമ്മളെ ഫ്രണ്ട് റൈറ്റ് ഇവിടെ കയറി, നമ്മളെ സെന്റർ ഈ ഭാഗത്ത് ഇവിടെ കയറി. ഇനി നമുക്ക് ഫ്രണ്ട് ലെഫ്റ്റ് ഇതേപോലെ അടി കൂടെ വന്നിട്ട് ഇടത്ത് ഭാഗത്ത് കയറും. പിന്നുള്ളത് ഞാൻ പറഞ്ഞ സറൗണ്ട് ലെഫ്റ്റ് അടി കൂടെ പോയിട്ട് ഇതിലൂടെ പാസ് ചെയ്ത് വന്നിട്ട് നമുക്ക് വേണ്ട ഹൈറ്റിൽ, അതായത് നമുക്കിപ്പോ ഇവിടെ ഈ ഏരിയയിലാണ് നമുക്ക് സ്പീക്കർ വേണ്ടി വരിക, നമ്മൾ ഹൈറ്റ് ഇതായിരിക്കല്ലോ വരിക. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആരും ഹോം തിയേറ്റർ വയറിംഗ് ഒന്നും പൊളിച്ചെടുക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും വയറിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലുള്ള അറിവിലേക്കാണ് ഇപ്പൊ ഈ പറഞ്ഞ വീഡിയോ. അപ്പൊ ഈ വീഡിയോയിൽ വരുന്ന എന്തെങ്കിലും ക്ലിയർ ആവായ്മ സംശയം ഉണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും കമന്റിൽ അറിയിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഭയങ്കര സൗണ്ട് ക്ലാരിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിൽ പോയി ആ വീഡിയോ. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ എന്റെ മൈക്ക് ഓഫിലായിരുന്നു. ഞാനത് ഓൺ എന്നുള്ള നിലക്ക്, സ്മാർട്ട് ഫോൺ എന്നുള്ളതിലേക്ക് ഓൺ എന്നുള്ള നിലക്ക് ഞാൻ ആ ഫുൾ വീഡിയോയിലും സംസാരിച്ചു. സാധാരണ എടുത്തോണ്ടിരിക്കുന്ന അറിയാതെ മാറിപ്പോയതാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം കൊണ്ടാണ്, അതായത് ഫോണിലെ ഇന്റേണൽ മൈക്കിലാണ് ആ സൗണ്ട് റെക്കോർഡ് ചെയ്തത്. അപ്പൊ അത് ഒന്നായിട്ട് മുഴങ്ങി ആകെ വൃത്തികേടായി. അപ്പൊ ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല, അത് അങ്ങനെയാണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. പിന്നെ അത്രയും വീഡിയോ രണ്ടാമത് റീഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു വിധം മാക്സിമം ഞാൻ എനിക്ക് കേൾക്കാൻ പറ്റുന്ന രൂപത്തിലെങ്കിലും ഞാൻ ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് കണ്ട് ക്ലിയർ ആയില്ല. പലർക്കും ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് കമന്റിൽ മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ അതേ സാധനം ഒന്നുകൂടെ അതിനൊരു സൗണ്ട് ഡബ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് ഞാൻ അത് അതിന്റെ കൂടെ ഒന്നെങ്കിൽ ആഡ് ചെയ്യാൻ നോക്കും, ഇല്ല വെച്ചാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്ന് റീ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.